ഹായ് ഹലോ അശ്വതി സജീവ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. ഇത് മുരുടേശ്വര അമ്പലത്തിലേക്ക് പോകുന്ന യാത്രയാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത് മുരുടേശ്വര അമ്പലത്തിൽ വിഗ്രഹം വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്താണ് പോകുന്നത്. ശിവപ്രതിമയുടെ അടുത്തല്ല, അതിൻ്റെ ഇപ്പുറത്ത് അമ്പലമുണ്ട്. അവിടെ കാണാനാണ് നമ്മൾ പോയത്. ആദ്യം നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് മൂകാംബികയിൽ പോയതിന് മുമ്പ് പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ടുള്ളതാണ്. ഇത് വലിയൊരു ശിവപ്രതിമയുണ്ട് അവിടെ. അതിന് മുമ്പായിട്ടൊരു വലിയ ഗോപുരമുണ്ട്. 18 നിലകളുള്ളൊരു ഗോപുരമാണ്. 18 അല്ല 20. അതിൽ പക്ഷേ നമുക്ക് 18 നിലകളോളം പോകാൻ പറ്റും, കയറാൻ. അവിടെ ലിഫ്റ്റുണ്ട്. പൈസ കൊടുത്താൽ ഒരാൾക്ക് 10 രൂപയോ കൊടുത്താൽ നമുക്ക് അതിൻ്റെ മുകളിൽ കയറി ശിവപ്രതിമയെ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. കടലും ഒക്കെ നല്ലതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അവിടെ ഉത്സവം എന്തോ നടക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ അലങ്കാരങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ ഈ ഗോപുരത്തിന് ഫ്രണ്ടിലായിട്ട് പൂക്കളം വച്ച് അലങ്കരിച്ച് നടത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ പോയപ്പോഴത്തേക്ക് ശിവപ്രതിമ പെയിൻ്റ് അടിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നപ്പം ആ വലിയ ഗോപുരം പെയിൻ്റ് അടിക്കുക എന്തോ ചെയ്യുന്നുണ്ട്. അതിന് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഈ കമ്പുകളൊക്കെ വെച്ച് കെട്ടി ഗോപുരത്തിന് മുകളിൽ ആൾക്കാർക്ക് കയറി നിൽക്കാനും ഈ ജോലി ചെയ്യാനുള്ള എളുപ്പത്തിനുള്ള ചാരം കെട്ടുന്നതൊക്കെ പറയും. ഇത് വലിയ നന്ദി പ്രതിമയാണ്. അത് കാണാൻ പറ്റുന്നില്ല. അത് ഞാൻ ഇതാണ് നന്ദി പ്രതിമ. ഇത് ബീച്ചാണ്. അവിടുത്തെ ബീച്ചിൽ നമ്മൾ തലേക്കുന്ന ദിവസം ഇറങ്ങിയതിൻ്റെ വീഡിയോ ഉണ്ട്. ഇത് ശിവപ്രതിമയുടെ അടിഭാഗത്തുള്ള അതാണ്. ഇതിപ്പോൾ ബാക്ക് സൈഡിലോട്ട് പോവുകയാണ് നമ്മൾ. ബാക്ക് സൈഡിനുള്ളത് കാണാനായിട്ട്. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും കടലാണ്. അറബിക്കടൽ. അവിടെ മൊത്തവും കടൽ കാഴ്ചകളാണ്. അവിടെ മുക്കുവ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ എപ്പോഴും നമ്മൾ ഈ അമ്പലം അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മീൻ വിൽപ്പന അങ്ങനെയൊന്നും ഇല്ലാതെയൊന്നുമില്ല. പക്ഷേ അവിടെ രാവിലെ നമ്മൾ എണീച്ചപ്പോൾ തന്നെ അവരവിടെ മീൻ പിടുത്തവും മീൻ കണ്ടിപ്പും എല്ലാം അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ അമ്പലം. മീൻ കറി വയ്ക്കുക, മീൻ പൊരിച്ച് അത് ഹോട്ടലുകളിൽ വിൽപ്പന അതും എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അങ്ങ് ദൂരെയായിട്ടൊരു കൊടി കാണുന്നുണ്ടെന്നാണ്. പിന്നെ ആ പാമ്പിൻ്റെ വാല് കണ്ടില്ലേ ഗൈസ്? ആ വാലിലായിട്ട് കൊച്ചിനെ എടുത്തിട്ടൊരു ഫോട്ടോ എടുത്തത്. അത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ചെറിയൊരു ഓർമ്മ ഇട്ടോന്നറിയാൻ വയ്യ ഗൈസ്. കാണിച്ചു തരാം. ഈ പാമ്പിൻ്റെ ഈ അറ്റത്തായിട്ട് ഇരുത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇടാം ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടാം. പിന്നെ അന്ന് വന്നപ്പോൾ ഇവിടെ ഇത്രയും പെയിൻ്റ് അടിക്കാനായിട്ട് അന്ന് നമുക്ക് നല്ലോണം കാണാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ മറവല്ലായിരുന്നു അവിടെ. അത്രയും ഈ കമ്പികളെല്ലാം കുറുകയൊക്കെ വെച്ച് കെട്ടി ജോലിക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ശനീശ്വരൻ്റെ അമ്പലമുണ്ട്. അവിടെ സൂര്യഭഗവാന്റെ ഒരു പ്രതിമ അതാണ് കാണിക്കുന്നത്. അതാണ് സൂര്യഭഗവാന്റെ പ്രതിമ. ശനീശ്വരൻ്റെ അമ്പലമാണ്. ഈ ശിവഭഗവാന്റെ പ്രതിമയുടെ തൊട്ട് താഴെയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഈ ഗീതാ ഉപദേശത്തിൻ്റെ രൂപം
ശില്പരൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണനും അർജുനനും തേരിൽ കയറി ഇരുന്നുള്ള ഗീതാപദേശം അത് വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. അതാണ് ഗൈസ്. കണ്ടു ഗൈസ്, ഇത് നന്ദി പ്രതിമ. ഇത് നമ്മളിപ്പോൾ ഇനിയിപ്പം ഈ ഗുഹ ശിവലിംഗത്തിനകത്തോട്ട് നമ്മൾ ശിവപ്രതിമയുടെ അകത്ത് സൂര്യഭഗവാന്റെ പ്രതിമ ഇതാണ്. ഇത് ഈ കാണിക്കുന്നത് ഗീതാപദേശത്തിൻ്റെ ശില്പമാണ്. ആ തൊട്ട് താഴെ കാണുന്നതാണ് ശനീശ്വരൻ്റെ അമ്പലം. ഇത് ഗുഹ ശിവപ്രതിമയുടെ അകത്ത് ഈ അമ്പലം ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ കഥ വിവരിക്കുന്നതാണ്. അത് ഇംഗ്ലീഷിലും തെലുങ്കിലും ഒക്കെ ഇത് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവും. കഥ അറിയാമെന്നുള്ളവർക്ക് ഈ ശില്പങ്ങൾ കാണുമ്പോൾ അറിയാം. ഇത് രാവണൻ്റെ കഥയാണ്. രാവണൻ തപസ് ചെയ്യുന്നതും നാരദർ അതിനെക്കുറിച്ച് മറ്റേ മഹാവിഷ്ണുവിനെ അറിയിക്കുന്നതും രാവണൻ കൈലാസം ഉയർത്തുന്നതും ഒക്കെയാണ് ഈ കാണിക്കുന്നത്. രാവണൻ തപസ് ചെയ്ത് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടാതിരിക്കുകയും മഹാദേവൻ പ്രത്യക്ഷപ്പെടാതിരിക്കുകയും മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടാൻ വേണ്ടി രാവണൻ്റെ തലകൾ ഓരോന്നും അറുത്തിടുകയും അവസാനം ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ശിവനും പാർവതി പ്രത്യക്ഷപ്പെട്ട് ശിവലിംഗം ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ കൊടുക്കുകയും, പക്ഷേ ഇത് അവിടെ കൊണ്ടുപോയാൽ ആപത്താണെന്ന് മനസ്സിലാക്കി നാരദൻ ഗണപതിയോട് ഇക്കാര്യം അറിയിക്കുകയും ഗണപതി ഒരു ബാലൻ്റെ രൂപത്തിൽ രാവണനെ ചെന്ന് കണ്ട് പോകുന്ന വഴിയിൽ രാവണനെ കണ്ടിട്ട് രാവണൻ സന്ധ്യാപൂജ നടത്തുന്നതുണ്ട്. പക്ഷേ അത് സന്ധ്യ ആയില്ലായിരുന്നു. പക്ഷേ സന്ധ്യാരൂപമാക്കി. അങ്ങനെ രാവണൻ ശിവലിംഗം തറയിൽ വയ്ക്കാൻ മടിച്ച് ഗണപതിയെ കൊടുക്കുകയും ഗണപതി പക്ഷേ അത് തറയിൽ വയ്ക്കുകയും ചെയ്തു. അത് പിന്നെ ആ ശിവലിംഗം അവിടെ നിന്ന് എടുക്കാൻ പറ്റാതാവുകയും അങ്ങനെ ശിവലിംഗം വലിച്ചെടുക്കുകയും ആ ശിവലിംഗം പൊട്ടിത്തെറിച്ച് വീഴുന്ന സ്ഥലത്താണ് ഇപ്പോഴത്തെ മുരുടേശ്വര അമ്പലവും ബാക്കി അമ്പലങ്ങളും നിൽക്കുന്നത്. പിന്നെ കടൽ തീരത്ത് വെച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ദൃശ്യങ്ങളും അതിലുണ്ട്. ഞാനൊരു 3-4 അമ്പലങ്ങൾ അതിനടുത്തടുത്ത് ഗോകർണം വേറെ എന്തൊക്കെയോ അമ്പലങ്ങളുണ്ട്. അതൊന്നും എനിക്കറിഞ്ഞൂടാ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി ഒരു 10:30 മണിയായപ്പോൾ തിരിച്ചു ഗൈസ്. രാത്രിയുള്ള അവിടുത്തെ ദൃശ്യങ്ങൾ എടുത്തു. ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. ഇതോടെ മൂകാംബിക യാത്ര അവസാനിച്ചു ഗൈസ്. ഓക്കെ, യാത്ര ഇഷ്ടപ്പെട്ടവർ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ ഗൈസ്, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.